എല്ലാവർക്കും നമസ്തേ. ഈ വീഡിയോ കുറേയേറെ നീണ്ടുപോയി എന്ന് എനിക്കറിയാം. എങ്കിലും ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചില സംഭവവികാസങ്ങൾ കാരണം ഇത്രയും സമയമെങ്കിലും എടുത്തെങ്കിൽ ചുരുക്കിയാണെങ്കിലും ഇത് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ഈ വീഡിയോ ഇത്രയും നീണ്ടുപോകുന്നതിൽ എന്നോട് ക്ഷമിക്കുക. നമ്മുടെ ചുറ്റുപാടും പലവിധ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതും തിരിച്ചുമൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് സ്വാഭാവികമായി എന്ന് പറഞ്ഞത്, ഒന്നുകിൽ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ വരുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിലേക്ക് മാറുക, അല്ലെങ്കിൽ താൻ മോഹിച്ച സ്ഥാനം താൻ വിശ്വസിച്ച പാർട്ടി കൊടുത്തില്ലെങ്കിൽ മറുപാർട്ടിയിലേക്ക് ചാടുക, അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്താൽ മറുപാർട്ടിയിലേക്ക് പോവുക എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പാർട്ടി മാറ്റങ്ങൾ. എന്നാൽ കേരളത്തില് സംഭവിക്കുന്ന പാർട്ടി മാറ്റങ്ങളാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഒരു BJP-കാരനാണെങ്കിൽ അയാൾ രാഷ്ട്രീയ പാർട്ടി മാറിയാൽ ഇതേപോലുള്ള ഇതിൽ ഒരു പ്രതിഷേധിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഈ നിരാശപ്പെട്ടോ പാർട്ടി മാറിയാൽ ഒന്നിൽ കോൺഗ്രസിലോട്ട് പോകും, അല്ലെ സമാജ്വാദി പാർട്ടി പോകും, അല്ലെങ്കിൽ RJD ഇതേപോലുള്ള പാർട്ടികളിലേക്ക് മാറും. തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത്തരം പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് ദേശീയതയിൽ ആകൃഷ്ടരായി ദേശീയത വിടാൻ താല്പര്യമില്ലാത്തവർ BJP-യിലേക്ക് വരുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ അവിടെയെങ്ങും ഇത്തരം പാർട്ടികൾ BJP-യിൽ നിന്നാകട്ടെ കോൺഗ്രസോ സമാജ്വാദി പാർട്ടി RJD ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിൽ നിന്നോ ആരും CPM-യിലേക്കോ അല്ലെങ്കിൽ CPI-യിലേക്കോ മാറുന്നത് നമ്മൾ കാണാറില്ല. കാരണം എന്നാൽ കേരളത്തിലോ BJP-യിൽ നിന്ന് ഒരാൾക്കൊരു പ്രതിഷേധം ഉണ്ടായാൽ കൂടുതലും ചാടുന്നത് എങ്ങോട്ടാണ്? CPM-യിലേക്ക്. കോൺഗ്രസിലേക്ക് പോകുന്നത് വളരെ കുറവാണ്. വടക്കേ ഇന്ത്യയിൽ അവർ എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തിരഞ്ഞെടുക്കാത്തത് എന്ന് ഉള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുന്നത്, വടക്കേ ഇന്ത്യയിൽ BJP ആകട്ടെ കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ അവരുടെ ഉള്ളിൽ ദേശസ്നേഹമുണ്ട്. BJP-ക്കാരിൽ ദേശസ്നേഹം 100% ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിച്ച് മറ്റുള്ള പാർട്ടികളിൽ കുറഞ്ഞത് ഒരു 50% അവരുടെ ഉള്ളിൽ ദേശസ്നേഹം കാണും. അതുകൊണ്ട് അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരഞ്ഞെടുക്കാതെ, നമുക്കെല്ലാം അറിയാം, നേരത്തെ ഇത്തരം പാർട്ടികളെക്കാട്ടിലൊക്കെ പ്രബലമായിട്ടുള്ള ശക്തിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വടക്കേ ഇന്ത്യയിൽ. ഇന്ന് അവർ ചുരുങ്ങിപ്പോകാൻ കാരണവും ഇവർ ദേശീയതയ്ക്കെതിരായതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭാരതത്തിന്റെ ദേശീയത അംഗീകരിക്കുന്നില്ല. അവര് ഒരിക്കലും ഭാരതമാണ് എൻ്റെ ചങ്ക്, അല്ലെ ഭാരതം എൻ്റെ മാതൃഭൂമിയാണ്, എൻ്റെ ജന്മഭൂമിയാണ്, ഭാരതം എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് എന്ന് പറയാറില്ല. അവരെപ്പോഴും ഒന്നുകിൽ ചൈന, നേരത്തെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടുകൂടി ചൈന, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെയാണ് അവർ അംഗീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ദേശീയതയും ഒക്കെയാണ് അവർ അംഗീകരിച്ചത്. ഇപ്പോഴും ചങ്കാണ് ചൈന എന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത്. ചങ്കാണ് ഭാരതം എന്ന് ഒരിക്കലും അവർ പറയാറില്ല. അത് കാരണം വടക്കേ ഇന്ത്യയിൽപ്പെട്ട കാരണം സ്വാതന്ത്ര്യ സമര സമയത്താണെങ്കിലും അതിനെ തുടർന്നുണ്ടായ വിഭജനത്തിലും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചവരും ഉത്തരേന്ത്യക്കാരാണ്. ജീവൻ നഷ്ടപ്പെട്ടതും അവർക്കാണ്. നമ്മുടെ ഈ കേരളത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കിടക്കുന്നവർ അങ്ങനെയൊന്നും യാതനകളൊന്നും അനുഭവിച്ചിട്ടുമില്ല, ദുരിതങ്ങളും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ കമ്മ്യൂണിസത്തിന്റെ യഥാർത്ഥ മുഖം, ആ സ്വാതന്ത്ര്യ സമര സമയത്ത് കമ്മ്യൂണിസം
ഈ സ്വാതന്ത്ര്യ സമരത്തെ ഏതൊക്കെ രീതിയിലാണ് എതിർത്തതെന്നും ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്തത് ഉൾപ്പെടെയുള്ളത് ഇന്ത്യക്കാർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ കമ്മ്യൂണിസത്തെ നിഷ്കരണം തള്ളിക്കളയാണ് ചെയ്തത്. അത്രമാത്രം ഈ ആദ്യത്തെ പാർലമെന്റിലൊക്കെ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള രണ്ടാമത്തെ പാർട്ടിയായിരുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഇന്ത്യയില് മറ്റ് ഉത്തരേന്ത്യയില് ഈ അവസ്ഥ ഉണ്ടായെന്ന് ഓർക്കണം. കേരളത്തിലെ നിന്ന് കിട്ടിയ സീറ്റ് കൊണ്ടല്ല, ഉത്തരേന്ത്യയിൽ നിന്ന് ലഭിച്ച സീറ്റുകളിൽ കൂടിയായിരുന്നു അവര് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നത്. അവരുടെ ഈ ദേശീയതയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് അവര് പറയുന്നത് ഈ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയെ തകർക്കണം എങ്കിൽ ഹിന്ദു മതത്തെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത്, CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഉത്തരേന്ത്യക്കാർ ആരും CPMലേക്കോ അല്ലെ CPIയിലേക്കോ പാർട്ടി മാറിപ്പോകാറില്ല. എന്നാൽ നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് BJPയിൽ നിന്നല്ലേ RSSൽ നിന്ന് നേരെ എടുത്തു ചാടുന്നത് CPMലേക്ക്. അതിന് ഒരു ഘടകവിരുദ്ധമായി സംഭവിച്ചത് നമ്മുടെ സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റമാണ്. അദ്ദേഹം CPMലേക്ക് പോകാതെ അദ്ദേഹം നേരത്തെ പഠനകാലത്ത് അദ്ദേഹം SFIക്കാരനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് നേരിട്ട് പരിചയമില്ല. പല സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം SFIക്കാരനായിരുന്നു. SFI എന്ന് പറയുന്നത് CPMന്റെ പോഷക സംഘടനയാണ്. അദ്ദേഹത്തിന് ഉദ്ദേശിച്ച കസേര പാർട്ടിയിൽ കിട്ടാതായതോടുകൂടി അദ്ദേഹം പാർട്ടി വിടാൻ തീരുമാനിച്ചു. ഈ CPMന്റെ സമുന്നത നേതാവായ AK ബാലൻ ഒക്കെ ഇദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. അവരുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും വാര്യർക്ക് അനുകൂലമായിട്ട് ഒക്കെയാണ് സംസാരിച്ചത്, പൊതുവായി രംഗത്ത് പറഞ്ഞത്, പൊതുയോഗങ്ങളിലൊക്കെ പറഞ്ഞത്. കാരണം അദ്ദേഹത്തെ അവരുടെ പ്രസ്ഥാനത്തിലേക്ക് തിരികെ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അങ്ങോട്ട് പോകാതെ കോൺഗ്രസിലേക്കാണ് പോയത്. കാരണം അദ്ദേഹം SFIയിൽ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലായി കാണും, CPM എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. ചെറുപ്പത്തിലെ ബാലസംഘത്തിൽ കൂടി SFIയിൽ കൂടിയും ഭാരതാംബ എന്നുള്ള ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കാൻ അനുവദിക്കാത്ത ഏക പ്രസ്ഥാനം അതാണ്. അതേസമയം കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ ജയ് ഹിന്ദ് എന്നെങ്കിലും വിളിക്കും, ഭാരത് മാതാ കീ ജയ് എന്നോ അവർ വിളിക്കും. പക്ഷെ അതിനെ വന്ദേ മാതരമെന്നോ ഭാരത് മാതാ കീ ജയ് എന്നോ പറയാൻ മടിക്കുന്നത് അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് അവർ അത് പറയാൻ മടിക്കുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ അവർ ഭാരത് മാതാ കീ ജയും വിളിച്ചേനമായിരുന്നു, ജയ് ഹിന്ദും വിളിച്ചേനമായിരുന്നു. അപ്പോൾ അവരുടെ ഉള്ളിലും ദേശീയത ഒരല്പം ഉണ്ട്, ഇല്ലാത്ത CPM ആണ്. അതുകൊണ്ടാണ് അവർക്ക് ചെറുപ്പത്തിലെ ബാലസംഘത്തിൽ കൂടിയും SFIയിൽ കൂടിയും DYFIയിൽ കൂടിയുള്ള പാർട്ടി ക്ലാസുകളിൽ കൂടി ലഭിക്കുന്നത് ചെറുപ്പത്തിലെ ഭാരതാംബ ഭാരതമാതാവ് എന്നുള്ള ഒരു മഹാഭൂരിപക്ഷം വരുന്ന ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ആ വികാരത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് ഈ ചെറുപ്പം തൊട്ടേ ഈ കുട്ടികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിന്ദു വിരോധം, ഭൂരിപക്ഷം ഇതിനകത്തിലെ ഹിന്ദുക്കളാണ് നേതാക്കളെങ്കിലും അവരെല്ലാം ഈ ഹിന്ദു വിരോധമാണ് പ്രകടിപ്പിക്കുന്നത്. അതായത് അവരുടെ ഉദ്ദേശം തന്നെ ഒരു ക്ഷേത്രം തകർന്ന് അത്ര അന്ധവിശ്വാസം തകരുമെന്നായിരുന്നു അവരുടെ വലിയ നേതാവ് EMS പറഞ്ഞത്, EM ശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്. അപ്പം നേതാക്കൾ ഇപ്പോഴും തുടർന്നു പോകുന്നു. ഒരാൾ ക്ഷേത്രത്തിൽ ഇവരുടെ ഒരു നേതാവ് ക്ഷേത്രത്തിൽ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും നേതാക്കളുടെ മക്കൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന രഹസ്യമായിട്ടാണ് പോകുന്നത്. 2-3 വർഷം മുമ്പ് കോട്ടയത്തെ ഒരു CITU നേതാവിൻ്റെ മകൻ ശബരിമലയിൽ കെട്ടിമുറുക്കി പോയത് കാരണം ആ അച്ഛനെ ഇതിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയാണ് ഇത്. അതേസമയം CPMലുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കൾ, അല്ലെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട നേതാക്കൾ
അവർ കൃത്യമായി പള്ളികളിൽ പോകുന്നതിന് പാർട്ടി ഒരു വിലക്കില്ല, അവരെ അതിന് പോകാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ CPM-ന്റെ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിൻ്റെ ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പെട്ടവർ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇവര് ചില ഉത്തരവാദിത്തങ്ങൾ കാരണം ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ഹിന്ദു വിശ്വാസികളെയും ആ ക്ഷേത്രത്തിലെ മൂർത്തിയെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ ഉള്ള നിൽപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവിടുന്ന് ഒരു തീർത്ഥം കൊടുത്താൽ അത് മേടിച്ചില്ല സാനിറ്റൈസർ വെച്ച് കൈ കഴുകുന്നതിൻ്റെ കൂട്ട് കയ്യിൽ 2 കൈയിലും കൂട്ടി തുടച്ച് തലയിലോട്ട് കൊണ്ടുപോകത്തില്ല, തീർത്ഥം നമ്മൾ തലയിലോട്ട് ഒഴിക്കും എന്നുള്ളത് കൊണ്ട് അവർ മറ്റ് തുണികൾ വല്ലതും തുടച്ച് കളഞ്ഞ് അപമാനിക്കുന്നതല്ലാതെ അവരതിനെ ആദരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതവർക്ക് ചെറുപ്പം തൊട്ട് ബാലസംഘത്തിൽ കൂടെ തന്നെ കിട്ടുന്ന ആ ഒരു പരിശീലനമാണ്. അത് കാരണമാണ് അവർ ഈ രീതിയിൽ പെരുമാറുന്നത്. കോൺഗ്രസിൽ അങ്ങനൊന്നും ഇല്ലാത്തത് കൊണ്ട് പല ആൾക്കാരും കോൺഗ്രസിലോട്ട് വടക്കേ ഇന്ത്യയിൽ പോകാറുണ്ട്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമ്പോൾ ഇങ്ങനെ വരാണ്. പക്ഷെ CPM-ൽപ്പെട്ട ഒരാൾ വളരെ വളരെ അപൂർവം ആയിട്ടാണ് CPM വിട്ട് BJP-യിലോട്ട് വരുന്നത്. അങ്ങനെ വരുന്നവരിൽ ഈ തികച്ചും ഈ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരിൽ നിന്ന് ദേശീയബോധം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയാത്തവർ മാത്രമാണ് BJP-യിലോട്ട് വരുന്ന CPM-കാർ, വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ളവർ അല്ലാതെ ഒരു വലിയ നേതാവ് CPM വിട്ട് പാർട്ടിയിൽ നിന്ന് അവരെ ഒതുക്കി നിർത്തിയാൽ പോലും നമുക്ക് നല്ല ഉദാഹരണമാണ് VS അച്യുതാനന്ദൻ. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയെങ്കിൽ ഇപ്പോൾ നമ്മുടെ G സുധാകരൻ, ഇവരൊക്കെ കടുത്ത പാർട്ടിക്കാരായിട്ടുകൂടി അവരെ എല്ലാം ഒതുക്കിയിട്ട് അവരെ ആ പാർട്ടിയിൽ ഒന്നുമല്ലാതാക്കിയിട്ട് അവരാരും മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടില്ല, പോയിട്ടുമില്ല. അത് കാരണം അവർക്ക് ആ കിട്ടിയ ശിക്ഷണം അതേപോലെ തന്നെ ആണ്. ഇതിനു മുമ്പ് MV രാഘവൻ എന്ന് പറയുന്ന ഒരാളിനെ പുറത്താക്കി. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? മറ്റു പാർട്ടികളിലൊന്നും പോകാതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്തത്. CMB എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്തത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കൂടി ഈ ചെറുപ്പം മുതലേ കിട്ടുന്ന പരിശീലനം. വസ്തുത ഇതായിരിക്കെ ഈ BJP-യിൽ നിൽക്കുമ്പോൾ ദേശീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ ഭാരതം എൻ്റെ മാതാവാണ്, സ്വർഗത്തെക്കാളിലും പെറ്റമ്മയെക്കാളിലും എല്ലാം എനിക്ക് വലുത് എൻ്റെ മാതൃരാജ്യമാണ് എന്ന് പൊതുവേദിയിൽ പറയുന്ന പല ആൾക്കാരും അവിടെ സ്ഥാനം കിട്ടാത്തപ്പോൾ ചാടിപ്പോകുന്ന നേരെ CPM-ലേക്ക്. അതിനെക്കുറിച്ച് പഠിക്കേണ്ടത് BJP-യാണ്. ഇവർ കോൺഗ്രസിൽ പോയാൽ അവരൊന്നുമല്ല ജയ് ഹിന്ദ് എന്ന് വിളിക്കും, അവർ മനസ്സിലെങ്കിലും വന്ദേ മാതരം എന്നും പറയും, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ അവർ മടിക്കത്തില്ല. പക്ഷെ CPM-ൽ പോയാൽ ഇങ്ങനെ BJP പോലുള്ള പ്രസ്ഥാനങ്ങളിൽ അല്ലെ ഹിന്ദു പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നവർ CPM-ലേക്ക് പോയാൽ അവരായിരിക്കും ഈ പ്രസ്ഥാനത്തിനെ ഹിന്ദു മത ക്ഷേത്രങ്ങളെയും ഏറ്റവും കൂടുതൽ എതിർത്ത് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ചാടി പോകുന്നവർക്ക് CPM സ്ഥാനമാനങ്ങൾ കൊടുക്കും. അവർ നേരത്തെ വഹിച്ചിരുന്ന പദവി അനുസരിച്ച് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതിനകത്തിൽ നിന്ന് പോകുന്നത് ആൾക്കാർ, ഈ ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന് പോകുന്നത് ഉണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച സ്ഥാനം ലഭിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് ഇവർ പോകുന്നത്, അല്ലെങ്കിൽ അവരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കുമ്പോഴാണ് പോകുന്നത് എന്നുള്ളത് ഒരു യഥാർത്ഥ വസ്തുതയാണ്. എങ്കിലും അവർ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നേരെ വിപരീതമായിട്ട് ഹിന്ദു വിശ്വാസത്തെയും ഹിന്ദു സംസ്കാരത്തെയും ക്ഷേത്രങ്ങളെയും ഭാരതം എന്ന ആ ഒരു വിചാരധാരയും ആ സംസ്കാരത്തെയും ഭാരതം എന്ന രാജ്യത്തെയും നഖശികാന്തം എതിർക്കുന്ന പാർട്ടിയിലേക്കാണ് ഇവർ പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ
വളരെയേറെ ദുഃഖമാണ് തോന്നുന്നത്. ആ ദുഃഖം തോന്നാൻ കാരണം ഈ പ്രസ്ഥാനത്തിൽ കുറെ നാൾ നമ്മളോടൊപ്പം പ്രവർത്തിച്ചിട്ട് കൂടി അവരിൽ ശരിയായ ഒരു ബോധം വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെയേറെ ദുഃഖകരമായ വസ്തുതയാണ്. നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നവരെ ഈ ഭാരതത്തിനെ കുറിച്ച് അല്ലെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പൂർണ്ണമായ അഭിമാന ബോധമുള്ളവരാക്കി അവരെ ഇതിൽ തന്നെ നിർത്താൻ പോയാൽ CPM എന്ന പ്രസ്ഥാനത്തിൽ പോകാതെ ദേശീയതയിൽ ചിന്തിക്കുന്ന ആ ഒരു ഒരു ചിന്താധാരയുമായി മുന്നോട്ട് പോകാൻ ഈ ദേശീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കുറച്ചു നാളെങ്കിലും സഹകരിച്ച് പ്രവർത്തിച്ചവരെ പ്രാപ്തനാക്കാൻ അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിച്ചെടുക്കാൻ ഈ പ്രസ്ഥാനങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന കാര്യമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. പണ്ടുകാലത്ത് അങ്ങനെയായിരുന്നില്ല. എല്ലാ നാടുകളിലും ശാഖകളുണ്ടായിരുന്നു. RSSന്റെ ശാഖകളുണ്ടായിരുന്നുകൊണ്ട് ശാഖകളിൽ കൂടി നമുക്ക് ദേശീയതയും എല്ലാം ലഭിച്ചുകൊണ്ടിരുന്നു. ഇന്നകത്ത് ഇല്ലാത്തവർ, ഞാനൊരു സ്വയം സേവനായിട്ട് മുന്നോട്ട് വന്ന ആളാണ്. 10ാമത്തെ വയസ്സിൽ സംഘപ്രവർത്തനവുമായിട്ട് വന്നതാണ്. ഇപ്പോഴും ഞാൻ അതിൽ അടിയുറച്ച് നിൽക്കുന്ന ആളാണ്. എനിക്ക് നമ്മൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും, അതായത് ജന്മഭൂമിയിൽ നിസ്വാർത്ഥമായിട്ട് 5 പൈസ മേടിക്കാതെ 10-12 വർഷം ഞാൻ പ്രവർത്തിച്ചു. ഒരുത്തൻ്റെ ഒരു പാരവെപ്പ് കാരണം അവൻ ഈ പ്രസ്ഥാനത്തിൽ ഇടയ്ക്ക് വലിഞ്ഞു കയറി വന്നിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്നിരുന്ന് കുറേയേറെ സ്ഥാനമാനങ്ങൾ നേടിയപ്പോൾ അവൻ ഈ പത്രത്തിന്റെ ഒരു 10 വരിക്കാരെങ്കിലും പിടിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കേൾക്കാഞ്ഞപ്പോൾ, അത് പന്തളത്തെ ഒരു കൗൺസിലറായിരുന്നു. പിന്നീട് അയാള് പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കി, പാർട്ടിയുടെ ഭരണത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നതിന്റെ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് പറഞ്ഞതിന്റെ പേരിൽ അയാൾ പാര വെച്ച്, അതും അയാൾ ഉപയോഗിച്ച കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഈ മുനിസിപ്പാലിറ്റിയിലെ പരസ്യം ജന്മഭൂമിക്ക് പിടിച്ച് തരാതിരുന്നപ്പോൾ ഞാൻ അയാളോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ പ്രസ്ഥാനം ആണ് ഈ സ്ഥാനങ്ങളെല്ലാം നേടിത്തന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരല്പമെങ്കിലും പ്രവർത്തിക്കുന്നത്, 10 പേരെങ്കിലും വരിക്കാരായി പിടിച്ചു തരണം, പരസ്യം പിടിച്ചു തരണമെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടാതിരുന്ന് വേറൊരു സമയത്ത് ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് നിസ്സാര കാര്യത്തിൽ എനിക്കിട്ട് എതിരെ ജന്മഭൂമിയിൽ പരാതി പറയുകയുണ്ടായി. ഇന്ന് ജന്മഭൂമിയുടെ നേതൃത്വം ഇപ്പോഴത്തെ നമ്മുടെ ഈ പത്തനംതിട്ട യൂണിറ്റിൻ്റെ മാനേജരും അസിസ്റ്റന്റ് മാനേജരും ഈ ജന്മഭൂമിയുടെ ജനറൽ മാനേജർ ഉൾപ്പെടെയുള്ളവർ അയാളുടെ വാക്കുകൾ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ജില്ലാലേഖകൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, തൽക്കാലം ഞാനൊന്ന് പന്തളത്ത് നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. ജന്മഭൂമിയിൽ നിന്ന് പന്തളം വിട്ടു നിൽക്കണം, ജന്മഭൂമിയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അതിനകത്തിൽ നിന്ന് പിന്മാറി, പൂർണ്ണമായിട്ട് അങ്ങ് പിന്മാറി. വേറെ എങ്ങോട്ടും പോകാൻ ശ്രമിക്കാതെ ഞാൻ ഇനി ഇതുമായിട്ട് തുടരുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം ആരും ഏൽക്കാൻ തയ്യാറാകാതിരുന്ന സമയത്താണ് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ ചിലവാക്കി ജന്മഭൂമിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. എന്നോട് ഇത് ചെയ്തിട്ട് ഞാൻ ഈ പ്രസ്ഥാനം വിട്ടുപോകാൻ പോയില്ല. എന്നെ CPMന്റെ മുതിർന്ന നേതാക്കൾ എന്നെ സമീപിച്ചു. കാരണം ഞാൻ ഇതിന് ശേഷം BJPയുടെ ജില്ലാ നേതൃത്വത്തിനെതിരെ, അവരുടെ തെറ്റായിട്ടുള്ള നിലപാടുകൾക്കെതിരെ ഞാൻ എൻ്റെ സ്വതന്ത്രമായിട്ട് ഞാൻ ന്യൂസ് പോർട്ടൽ തുടങ്ങിയപ്പോൾ അതിൽ കൂടി വിമർശിച്ചപ്പോൾ ഇവർ വിചാരിച്ച ഞാൻ ഈ പ്രസ്ഥാനം വിട്ടുപോകും എന്ന് ഉള്ള ധാരണയോടെ ഇതിൻ്റെ ഒരു ജില്ലാ നേതാവ് ഉൾപ്പെടെ എന്നെ ബന്ധപ്പെടുകയും എന്നെ അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. മാന്യമായ സ്ഥാനം നൽകാം എന്നോട് പറയുകയും ചെയ്തതാണ്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞ്, എന്നെ വിളിച്ചതിന് നന്ദി, ഞാനൊരു സ്വന്തമായിട്ട് ഒരു മാധ്യമം തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ ഞാൻ ജന്മഭൂമിയിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ എനിക്ക് നിങ്ങളുടെ വാർത്തകളൊക്കെ ചെയ്ത് നിങ്ങളുമായിട്ട് സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ബുദ്ധിമുട്ട് മാറി എൻ്റെ ഒരു സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു മാധ്യമമാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്, വന്ദനം ന്യൂസ് എന്ന് പറഞ്ഞ്. നിങ്ങളുടെ വാർത്തകളൊക്കെ തന്നാൽ എല്ലാവരെയും ഒരേപോലെ കണ്ട് ഞാൻ വാർത്തകൾ കൊടുത്ത് അങ്ങനെ നമുക്ക് സഹകരിക്കാം. അല്ലാതെ ഞാൻ ഈ നേതൃത്വത്തിനെ വിമർശിച്ചത് ഈ പ്രസ്ഥാനം വിട്ടുവരാനല്ല, എന്നെ അങ്ങനെ പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം ഞാൻ
ക്ഷണം നിരസിക്കുകയായിരുന്നു ചെയ്തത്. ഞാൻ ആ പ്രസ്ഥാനവുമായിട്ട് അതിനുശേഷം അവർക്ക് എന്നോട് വിരോധം ഉണ്ടായി എന്നുള്ളത് വേറെ കാര്യം. എന്നോട് പിന്നെ ഞാൻ അതിൽ ചെല്ലും എന്നുള്ള രീതിയിൽ അവർ എന്നോട് സ്നേഹം കാണിച്ച് അവർ അതിൽ വിരോധം ഉണ്ടായി എന്ന് ഉള്ളതല്ലാതെ ഞാനും ഇതുവരെ ഈ പ്രസ്ഥാനം വിട്ടുപോകാൻ തയ്യാറാകാതിരുന്ന കാരണം എനിക്ക് 10ാമത്തെ വയസ്സ് മുതൽ ഞാൻ സംഘത്തിൽ കൂടി വന്നതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് കിട്ടിയ ശിക്ഷണം. ഇന്ന് അതില്ലാത്തത് കൊണ്ടാണ് പലരും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന, ദേശീയതയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും എതിരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിലേക്ക് ചാടിപ്പോകുന്നത്. ഇത് ഗൗരവത്തോടു കൂടി ഈ BJP ആയാലും മറ്റ് പരിവാർ പ്രസ്ഥാനങ്ങളായാലും ഗൗരവത്തോടു കൂടി കാണണം. ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ ഇനി നടക്കാതെ, അതായത് ഇതേപോലുള്ള മറുകണ്ഠം ചാടുമ്പോൾ നേരെ വിരുദ്ധമായിട്ടുള്ള രീതിയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള, ഇതിനകത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ദേശീയത ശക്തമായി വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുക, അല്ലെ മുടങ്ങിപ്പോയത് തുടർന്നുകൊണ്ട് പോകാൻ ഈ പരിവാർ പ്രസ്ഥാനങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ അവസ്ഥ വളരെയേറെ പരിതാപകരമായിരിക്കും, ദുഃഖകരമായിരിക്കും. ദേശീയബോധമില്ലാത്തവർ കൂടുതൽ വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.